ഫ്രണ്ട്സ്, ഇന്ന് രാവിലെ നമ്മൾ ജിഞ്ചർപ്പനും കുഞ്ഞും കൂടെ നല്ല പൊരിഞ്ഞ അടിയായി. അതിനുശേഷം കുഞ്ഞുവിൻ്റെ അവസ്ഥയാണ്. അതിനുശേഷം കുഞ്ഞുവിൻ്റെ ദേഷ്യം കണ്ട മറ്റവ അടങ്ങി. നമ്മൾ വിചാരിച്ച് കുഞ്ഞു എങ്ങനെ മറ്റവ തല്ലുകൂടെ വന്ന അടങ്ങിയിരിക്കുമെന്നല്ലേ നമ്മൾ നോക്കിയാൽ. പക്ഷേ അവ അങ്ങ് അകത്ത് കയറി അവനെ ഒരു വിധത്തിൽ പിടിച്ച് കൂടയ്ക്കകത്ത് കൊണ്ടുപോയി. പക്ഷേ കുഞ്ഞുവിനാണെങ്കിൽ തലയ്ക്കകത്തുള്ള പ്രാന്ത് ഇതുവരെ അടങ്ങിയില്ല. നമ്മൾ തൊടാൻ പോയാലും കുഞ്ഞു മറ്റേ പൂച്ചയായിട്ട് സങ്കല്പിച്ചുകൊണ്ട് നമ്മളെ കൂടെ കൊല്ലാൻ വരെയാണ്. ഇതാണ് കുഞ്ഞുവിൻ്റെ ഇപ്പോഴത്തെ കോലം. ഓഹോ, കുഞ്ഞു ഭ്രാന്തനായി മാറി. ഓ, നോ രക്ഷ. കുഞ്ഞുവിൻ്റെ അടുത്ത് പോകാനേ നിവർത്തിയില്ല. അയ്യോ സഹിക്കാൻ മേലായേ. കുഞ്ഞുവിനെ സഹിക്കാൻ മേലായേ. മറ്റവനെ ഇറക്കി വിട്ടു കൊടുക്കാനാണ് കുഞ്ഞു പറയണത്. ഇപ്പം ശരിയാക്കി തരാമെന്ന്. അയ്യോ വയ്യ, ഒട്ടും വയ്യ. ഓഹോ, ഇനി കുറേ നേരം കഴിയുമെന്ന് തോന്നണം കുഞ്ഞുവിൻ്റെ പ്രാന്ത് ശമിക്കാൻ. ഇപ്പം ഞാൻ ചെന്നാൽ കുഞ്ഞു എന്നെ കുഞ്ഞുട്ടാ ഓ കുഞ്ഞു, ഓയോ കുഞ്ഞു കുഞ്ഞുട്ടാ കുഞ്ഞുവിന് പ്രാന്തായേ. കുഞ്ഞു, നിന്റെ ദേഹത്ത് എത്ര മുറിവുകളുണ്ടെന്ന് നോക്കട്ടാ കുഞ്ഞു. കടിച്ചാ നിന്നെ? അതാ നീ അങ്ങോട്ട് കടിച്ചതാണാ? ഓ പറ്റൂല കുഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്നലെ ഈ വയറിലൊരു ചുവന്ന കളർ കണ്ടില്ലേ? കുഞ്ഞുവിൻ്റെ അടുത്തേ പോകാൻ നോർത്തില്ല. ഇന്നലെ വയറിനൊരു ചുവന്ന കളർ കണ്ടത് എനിക്ക് തോന്നുന്നു ആ പൂച്ച അതിനകത്തൊക്കെ ആ ഗ്രില്ലിൽ കൂടെ അതിൻ്റെ വയറിന് മാന്തിയതാണെന്ന് തോന്നണം, ഒരു കോറലേ. അതുകൊണ്ടാണ് അവന് ദേഷ്യം. കുഞ്ഞുട്ടാ, ഇവൻ തന്നെ. ഞാൻ ഡോറ് തുറന്നതും അവൻ അവിടെ മര്യാദയ്ക്കിരുന്ന് വീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവൻ എഴുന്നേറ്റ് നോക്കി. ഇവൻ തന്നെ ജമ്പ് ചെയ്ത് എടുത്ത് ചാടിക്കൊടുത്തു അവനെ കടിക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ കയ്യിലിരുന്നതല്ലേ കുഞ്ഞാൻ. എടുത്ത് എന്ന് വെച്ചാൽ എനിക്ക് ചിന്തിക്കാനുള്ള ഒരു അവസരം കൂടെ തന്നില്ല. അവൻ കൂടയ്ക്കകത്തിരിക്കുകയല്ലേ, മറ്റവൻ തുറന്ന് വിട്ടേക്കല്ലേ. അവന് ഗ്രില്ലിനകത്തല്ല, അവൻ വെളിയിൽ കൂടയിലിരിക്കണം. അപ്പം ഞാൻ രണ്ടുപേരെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുപോയത്. അപ്പോഴത്തേക്ക് ഇവൻ തന്നെ പ്രാന്തനെ പോലെ എടുത്ത് ചാടിക്കൊടുത്തു. കുഞ്ഞാ ഡാ, ശമിച്ചാടാ നിൻ്റെ ദേഷ്യം? കുഞ്ഞപ്പാ തീർന്നെന്ന് തോന്നണം. ഇല്ലേ, തൊടണ്ട. ആരാ മറ്റവൻ്റെ? എന്തോ എനിക്കൊന്നും ശ്രദ്ധിക്കാൻ പറ്റില്ല എന്തായെന്നാണ്. കുഞ്ഞോ കുഞ്ഞാ മര്യാദക്കില്ലേ? കുഞ്ഞൻ ശമിച്ച് മാറിയില്ലേ? കുഴപ്പമില്ല. കുഞ്ഞൻ്റെ ദേഷ്യം ശമിച്ച്. കുഞ്ഞപ്പാ ഓ തീർന്നു. ഇത്രയേ ഉള്ളൂ. ഒരു 4 മിനിറ്റ് കുഞ്ഞൻ്റെ ദേഷ്യം അല്ലേടാ. മറ്റോ പോയെന്ന് മനസ്സിലായി. അതുകൊണ്ട് നമ്മളെ കുഞ്ഞു അങ്ങ് ശമിച്ചു, പഴയതുപോലെ ആയി. നമ്മളെ കുഞ്ഞുവിനെ തിരിച്ചു കിട്ടി. ഇല്ലേ, തിരിച്ചു കിട്ടിയില്ലേ? ഇല്ലാന്ന് കുഞ്ഞു തിരിച്ചു വന്നില്ല. നാഗവല്ലി കയറിയിരിക്കുകയാണ് കുഞ്ഞുവിന് നാഗവല്ലി കയറിയേ. ഓ കുഞ്ഞു എത്ര നേരത്തേക്ക് കൂടെ ഉണ്ട്? എത്ര നേരത്തേക്കുണ്ട് കുഞ്ഞേ?
അയ്യോ കുഞ്ഞുവിനെ കടിച്ചാ? അതാ കുഞ്ഞു അവനെ കടിച്ചതാ? ഓ ഇനി നോക്കണം, വയറിനെല്ലാം ഓ ചുവന്ന കളറൊക്കെ ഉണ്ട്. നമുക്ക് നോക്കാം, അവൻ കീറിയാന്ന് നോക്കാം. ഇതാണ് മൊബൈലിൽ നോക്കി. ഓ ഇനിയുണ്ടാ ടൈം? ഇനിയുണ്ടാ കുഞ്ഞോ നോർമലാവാൻ? കുഞ്ഞേ ഓ സഹിക്കാൻ മേല, കുഞ്ഞുവിന് സഹിക്കാൻ മേല. കുഞ്ഞു ജീവിതത്തിൽ ആദ്യമായിട്ട് നടത്തിയ സ്റ്റണ്ട് അല്ലേ കുഞ്ഞു? ഓ കുഞ്ഞുവിനെ നിക്കറിട്ട് എന്തെല്ലാം കഷ്ടപ്പാട്. അപ്പോൾ യുദ്ധം നടത്താൻ ആദ്യം കിട്ടിയ ഒരവസരം അല്ലേ കുഞ്ഞു? കുഞ്ഞേ കുഞ്ഞേ തീർന്നില്ല? എടാ നിന്റെ തലയിലൊന്ന് തടവട്ടടേ, തീർന്നില്ല. അയ്യോ എന്തേ? ഓഹോ തളർന്നു പോയാ കുഞ്ഞ്? കുഞ്ഞ് തളർന്നു പോയാ? ഓ ഓ ഇനി എത്ര നേരം എടുക്കും കുഞ്ഞുവിൻ്റെ വിഷമം മാറാൻ? ഇനി എത്ര നേരം എടുക്കും? സങ്കടമായാ കുഞ്ഞു? ഒന്ന് തടവട്ടടേ നിൻ്റെ തലയിൽ, കുഞ്ഞുവിൻ്റെ തലയിലൊന്ന് തടവട്ടടേ. വേണ്ടേ? മാൻ തോന്നി കുഞ്ഞൂട്ടാ? മുയൽ കുഞ്ഞി മതിയടേ, മതി മതി മതി. കുഞ്ഞുവാ 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 ശമിക്ക്. മതി 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 മതി. അയ്യോ എന്നെ അടിച്ചേ, കുഞ്ഞു അടിച്ച്. മോശക്കാരൻ കുഞ്ഞു, നീ ദുഷ്ടനാടാ കുഞ്ഞു. കുഞ്ഞു ദുഷ്ടനാടാ, നീ എന്നെ അടിച്ചല്ലാടാ കുഞ്ഞേ. കുഞ്ഞു വിചാരിക്കണ ആളൊന്നും അല്ല കേട്ടാ. ഇത് കണ്ട, ഇത് കണ്ട എനിക്കിട്ട് കീറി തന്ന് മറ്റവനുമായിട്ട് തല്ല് പിടിപ്പിച്ചെന്നുള്ള ദേഷ്യമാണ്. രണ്ടിടത്ത് കീറി തന്നത്. ഇന്ന് മുഴുവനും ഇനി കുഞ്ഞുവിൻ്റെ അടുത്ത് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഞാൻ വിചാരിച്ച് മറ്റവൻ്റെ ചെവിയെല്ലാം തുടച്ച് വൃത്തിയാക്കി കൊടുത്ത് കുഞ്ഞുവിനെ ഒന്ന് ക്ലീനിങ് ഒക്കെ ചെയ്ത് നല്ലതാക്കി എടുക്കാമെന്ന് വിചാരിച്ച്, വൈറ്റമിൻസിൻ്റെ മരുന്നൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ച്. കുറേ ദിവസം കൊണ്ട് രണ്ടുപേരും കൂടെ അങ്ങനെ ഓങ്ങി ഓങ്ങി വയ്ക്കുകയായിരുന്നു. ഇന്നാണ് ജീവിതത്തിൽ ആദ്യമായിട്ട് രണ്ടുപേർക്കും ഒന്ന് തല്ല് പിടിക്കാനുള്ള ഒരവസരം കിട്ടിയത്. അത് രണ്ടുപേരും ശരിക്കും മുതലാക്കി. പക്ഷേ നമുക്ക് ഇന്നത്തെ തല്ല് പിടുത്തത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായെന്ന് പറഞ്ഞാൽ, കുഞ്ഞുവിനെ നമുക്ക് തല്ല് പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിയന്ത്രിക്കാനും പറ്റില്ല, പിടിച്ച് മാറ്റാനും പറ്റില്ല. പക്ഷേ അതേസമയം നമ്മളെ ജിഞ്ചർപ്പനെ നമ്മൾ അവനെ വലിച്ചൊക്കെ മാറ്റിയിട്ടും വലിയ കുഴപ്പമില്ല അവൻ. പിന്നെ അവനെ ഒരു പാടുമായിട്ട് കൂടയ്ക്കകത്ത് വലിച്ച് കയറ്റിയാണ് അങ്ങ് ബാൽക്കണി കൊണ്ടുവന്നാക്കിയത്. കുഞ്ഞുവിന് എത്ര സമയമായി നോക്കണം. ഇതിപ്പോൾ 8 മിനിറ്റ് 29 സെക്കൻഡായി. എന്നിട്ട് കുഞ്ഞുവിൻ്റെ ദേഷ്യം ശമിച്ചില്ല. ഞാൻ കുഞ്ഞുവിനെ തൊട്ടപ്പോൾ അവൻ എനിക്ക് കീറി വെച്ച് തന്നു. കണ്ട കണ്ട കണ്ട. അയ്യോ എന്നെ തുപ്പിക്കൊല്ലണം കുഞ്ഞു. കുഞ്ഞു എന്നെ തുപ്പയാണ്. ഇന്ന് നമ്മൾ കുഞ്ഞുവിനെ ഇങ്ങനെ ശാന്തനായിട്ട് വിടുന്നതാണ് നല്ലത്. ഞാൻ വിചാരിച്ചു ഇവിടെ ലിയോപ്പിക്ക് മാത്രമേ തുപ്പലുള്ളൂ എന്ന്. അപ്പോൾ കുഞ്ഞുവിനും തുപ്പലും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുഞ്ഞു ഒന്നും പുറത്തെടുക്കാത്തതാണ്. ഞാൻ വീഡിയോ എടുക്കണത് തന്നെ അവന് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു, ദേഷ്യം. അപ്പം നമ്മളെ കുഞ്ഞു നിശാരക്കാരനല്ല. അപ്പം നമ്മൾ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. കുഞ്ഞുവിൻ്റെ ദേഷ്യം തുടരും കുറച്ച് നേരത്തേക്ക് ഇവിടെ. നമ്മളെ കുഞ്ഞുവിനെ അങ്ങനെ തന്നെ വെറുതെ വിടുകയാണ്.